ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധ വചനത്തിൻ്റെ മുമ്പേ വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയല്ലോ. വചനത്തിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ പറഞ്ഞ വിഷയം, കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ മാർച്ച് 22 അമേരിക്കയിൽ പ്രവേശിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ പോകുവാൻ, ദൈവജനത്തോട് വചനം പങ്കിടുവാൻ കർത്താവ് സഹായിച്ചു. മലയാളികളുണ്ട്, ഹിന്ദിക്കാരുണ്ടായിരുന്നു, വെള്ളക്കാരുണ്ട്, വിവിധ രാജ്യക്കാരുണ്ടായിരുന്നു. അവരുമായി കുറച്ച് ദിവസം ചെലവാക്കണമെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് വചനം പങ്കിടുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾക്കും കഴിഞ്ഞ 20 വർഷമായി രാജ്യത്തിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ വരവടുത്തു. നിങ്ങളെല്ലാവരും ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എത്ര ഭക്തന്മാരുണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം സഹായിച്ച നാളെ ഞങ്ങൾ ഇവിടുന്ന് കാനഡ ടൊറോണ്ടോയുടെ പ്രദേശത്തിൽ ശുശ്രൂഷയ്ക്കായി പോകുന്നു. ടൊറോണ്ടോയിൽ ബ്രാംപ്ടൺ, കിച്ചനർ, മോൺട്രിയാൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ വാൻകൂവർ, ആ പ്രദേശങ്ങളിൽ ഇനിയും കുറച്ച് ദിവസം ഇവിടെ ശുശ്രൂഷകളുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ധ്യാനിക്കുന്ന ആ അധ്യായത്തെ നമുക്ക് പിന്നെയും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാം. യെശയ്യാ പ്രവചനം 50 അധ്യായം, അതിൻ്റെ 6 വാക്യം തൊട്ട് ഒടുവിലത്തെ വാക്യം 11 വാക്യം വരെ നമുക്ക് വായിക്കാം. യെശയ്യാ 50 6 തൊട്ട് 11 വരെ. ഐസയ 56-11. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ലുപോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്. എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗി ആർ? അവൻ ഇങ്ങു വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും. പുഴു അവരെ തിന്നുകളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഹാ, തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഇന്നിപ്പം ധ്യാനിക്കാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ കുറിച്ചാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ കഷ്ടതയുടെ ഓരോ കാര്യങ്ങൾ ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ച ആ വേദഭാഗം, പൂർണ്ണ മനുഷ്യനായി ദൈവവചനം ധ്യാനിച്ചു, പഠിച്ചു. നമുക്ക് വായിക്കാം, അതിൻ്റെ 4-5 ഒന്നുകൂടെ വായിക്കാം. ഐസയ 50:4-5. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാ എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുയുടെ ജീവിതം, പൂർണ്ണ അനുസരണം, ശിഷ്യന്റെ പോലെ വചനം ധ്യാനിച്ചു, കർത്താവിൻ്റെ ശുശ്രൂഷ, അതെല്ലാം നമ്മൾ ധ്യാനിച്ചല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ആ കർത്താവ് സഹിച്ച ആ കഷ്ടങ്ങൾ, അതിനെ ദൈവാത്മാവ് ഓരോന്നോരോന്നായി വിവരിക്കുന്നുണ്ട്. ഇവിടെ 6 വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. വേഴ്സ് 6. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല.
ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, സാധാരണ നമ്മൾ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മൾ കർത്താവ് സഹിച്ച ആ കഷ്ടങ്ങൾ നമ്മൾ അന്ന് ആ അവസരങ്ങളിൽ ധ്യാനിക്കുന്നുണ്ട്. അത് ധ്യാനിച്ചുകൊണ്ടില്ലയോ അപ്പം നുറുക്കുന്നത്, ആ പാനപാത്രം കയ്യിലെടുത്ത് അതിൽ നിന്ന് ആ വീഞ്ഞ് കുടിക്കുന്നത്. നമുക്ക് അന്നേരം മാത്രമേ ഓർക്കേണ്ട ഒരു വിഷയമാണോ? എൻ്റെ ദൈനിക ജീവിതത്തിൽ ഞാൻ എൻ്റെ മുമ്പേ വെച്ചിരിക്കുന്ന ലക്ഷ്യം എന്താ? കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി നടന്ന് എൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പകരമായിട്ട് തൻ്റെ ജീവനെ അർപ്പിച്ചു. സകലവും നിവൃത്തിയായി പറയുന്ന ആ വാക്കിൻ്റെ മുമ്പേ സഹിച്ച ആ കഷ്ടങ്ങൾ, ആ വ്യസനം, ആ ദുഃഖം, നമ്മളത് ഓർക്കേണ്ടതില്ലയോ? അത് ഓർത്തിട്ട് വേണ്ട നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത്. നമ്മൾ ഇന്നായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയില്ലയോ? ആ പാനപാത്രം നമ്മൾ അതിൽ നിന്ന് കുടിക്കുമ്പോൾ അത് പുതിയ ഉടമ്പടിയില്ലയോ? ആ പുതിയ ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചോണ്ടില്ലയോ? ആ പുതിയ ഉടമ്പടി നമ്മളോട് നമുക്ക് അതിൻ്റെ ഭാഗമായി ആകുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു സഹിച്ച ആ കഷ്ടങ്ങൾ 4 സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊന്നും പോകാം. മത്തായി 26-ാമത്തെ അധ്യായം അതിൻ്റെ 67 തുടർന്നുള്ള വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 67 ഓൺവേർഡ്സ്. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി. ഒന്നിന്നെ ആ ദൃശ്യമൊന്ന് നമുക്കൊന്ന് ധ്യാനിക്കാമോ? നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചതാ, നമ്മൾ പറയാറുമുണ്ട്, എനിക്ക് വേണ്ടി കർത്താവ് കഷ്ടം സഹിച്ചു. ഞാൻ ഈ കർത്താവിനെ എത്ര സ്നേഹിക്കുന്നുണ്ട്. ഈ കർത്താവിനെക്കാട്ടും കൂടുതൽ ഞാൻ എന്നെ തന്നെ ഇല്ലയോ സ്നേഹിക്കുന്നവൻ? ഇന്ന് എത്ര ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ഓർമ്മയിൽ ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ തന്നെ ശോധന ചെയ്യാത്തോണ്ട് എത്ര ശാപങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ, ആ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ ത്യാഗം കാരണമില്ലയോ? മരണം കാരണമില്ലയോ? ഇവിടെ നമ്മൾ വായിച്ചത് then did they spit in his face. മലയാളത്തിൽ അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി. അപ്പോൾ അവർ അവന്റെ മുഖത്തേക്ക് തുപ്പുക. ഒന്നിന്നെ ആ മുഖത്തൊന്ന് നോക്കാമോ? തുപ്പൽ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ കർത്താവിനെ ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പകരമായിട്ടില്ലയോ നിന്ന് ആ തുപ്പൽ സഹിക്കുന്നത്? എൻ്റെ മുഖത്ത് ആരെങ്കിലും തുപ്പിയാൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. എൻ്റെ നടപ്പും എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തില്ലയോ തുപ്പണ്ടിയത്? ആണോ സഹോദര സഹോദരി? എൻ്റെ മുഖമില്ലയോ തുപ്പൽ കൊണ്ട് നിറയേണ്ടത്? ഞാനിന്ന് നല്ലവനായിട്ട് മറ്റവരുടെ മുമ്പേ നടക്കുന്നു. തുപ്പൽ എൻ്റെ പകരമായി വേറെ ഒരുത്തൻ അവൻ സഹിക്കുക. സൃഷ്ടിച്ചവൻ്റെ മുഖത്ത് സൃഷ്ടി തുപ്പുക, പരിഹസിക്കുക, നിന്ദിക്കുക. തുപ്പിയത് മാത്രമല്ല, അവനെ മുഷ്ടി ചുരുട്ടി അവനെ കുത്തി. അടുത്തത്, ചിലർ അവനെ കന്നത്തടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താ? ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. പറയാമോ?
പ്രവചിക്കേണ്ട ആവശ്യമില്ല. നിത്യനായവനാ മുമ്പേ നിൽക്കുന്നത്. സർവജ്ഞാനിയായവനാ മുമ്പേ നിൽക്കുന്നത്. അടുത്ത വാക്യം 27 അധ്യായം അതിൻ്റെ 26 തൊട്ട് നമുക്ക് വായിക്കാം. ചാപ്റ്റർ 27 വേഴ്സ് 26 ഓൺവേർഡ്സ്. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അതിന്റെ താഴെ അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. മുൾക്കിരീടം തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. ആ ദൃശ്യം ഒന്ന് ധ്യാനിക്കാമോ? അടുത്തത് പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. കോലെടുത്ത് അവന്റെ തലക്കിട്ടടിക്കുക. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. ആ വേദന. അന്നേരം മിഖായേൽ എവിടെ? ഗബ്രിയേൽ എവിടെ? കെറൂബുകൾ എവിടെ? സെറാഫീമുകൾ എവിടെ? ഇതെല്ലാം സഹിക്കുമ്പോൾ നിത്യനായ ദൈവമാണോ? അതൊരു വലിയ മർമ്മമാ. ക്രൂശില വേദനയുടെ മധ്യത്തിൽ ആ കള്ളനോട് പറഞ്ഞ വാക്കുകൾ ദൈവത്തിന്റെ കൃപ. അടുത്തത് നമുക്ക് മർക്കോസ് 14 അധ്യായത്തിന്റെ 65 വാക്യം. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 65. ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ അവനെ അടിച്ചും കൊണ്ട് കൈയേറ്റു. അത് കഴിഞ്ഞിട്ട് 15:19 ചാപ്റ്റർ 15 വേഴ്സ് 19. കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. ലൂക്കോസ് 22:63 തൊട്ട്. Luke chapter 22 verse 63 to 65. ലൂക്കോസ് 22:63 തൊട്ട് 65 വരെ. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണുകെട്ടി തല്ലി, പ്രവചിക്ക, നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ചു. മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു. യോഹന്നാൻ 18:22. John 18:22. യോഹന്നാൻ 18:22. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകർ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിന്റെ കന്നത്ത് ഒന്നടിച്ചു. സോ നമ്മൾ 4 സുവിശേഷങ്ങളിൽ കർത്താവ് സഹിച്ച ആ നിന്ന, ആ അടി, അത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അതിൻ്റെ കൂടെ തന്നെ യെശയ്യാവ് 50 അധ്യായത്തിൽ 6 വാക്യത്തിൽ ഒരു വിഷയം, ഈ സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്താത്തത് ഒരു വിഷയം ഇവിടെ നമ്മൾ ദൈവാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. 6 വാക്യം വായിക്കാം. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പരിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. ഒന്നിന്നെ റോമം പറിക്കുന്നവർക്ക് എൻ്റെ കവളുടെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ താടി, അതിലുള്ള റോമം വരെ അവർ പരിച്ചെടുത്തുന്നേ. തുപ്പി, കവളിൽ അടിച്ചു, തലയിൽ അടിയുണ്ട്, റോമം പരിച്ചെടുക്കുക, പരിഹസിക്കുക. മുതുകന് ചാട്ടവാറ കൊണ്ട് അടിയുണ്ടല്ലോ, ആ വേദനയുണ്ടല്ലോ.
ഇതെല്ലാം നമ്മുടെ കർത്താവ് നമ്മുടെ പകരമായിട്ടില്ലയോ സഹിച്ചത്? ശരീരത്തിൽ സഹിക്കുന്ന ആ വേദന, ആ കർത്താവിൻ്റെ സ്നേഹം നമുക്കൊന്ന് ഓർക്കാമോ? ഇതെല്ലാം നമ്മൾ ധ്യാനിക്കുന്നത് എന്തിന്? അത് കർത്താവ് സഹിക്കുന്നത് എൻ്റെ പകരമായിട്ടില്ലയോ? എന്നെ നീതീകരിച്ചോ? ഞാൻ ആ കർത്താവിനെ എത്ര സ്നേഹിക്കേണ്ടതാ. അതിൻ്റെ 6-ാമത്തെ വാക്യമായി മുന്നോട്ട് വായിച്ചാൽ, ഐ ഹിഡ് നോട്ട് മൈ ഫേസ് ഫ്രം ഷെയിം ആൻഡ് സ്പിറ്റിംഗ്. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. നിന്ദയ്ക്കും തുപ്പലിനും ഞാൻ മറച്ചില്ല. നമുക്ക് കർത്താവിന് വേണ്ടി നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്, നമ്മൾ കർത്താവിൻ്റെ വേലയിലുമായിരിക്കുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി നിന്ന സഹിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? എൻ്റെ കർത്താവിന് വേണ്ടി നിന്ന സഹിക്കാൻ, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ദൈവാത്മാവ് ചോദിക്കുക, കർത്താവിന് വേണ്ടി നിന്ന സഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, അതെല്ലാം ഞാൻ പറയാറുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ കർത്താവിന് വേണ്ടി നിന്ന സഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടോ? ഇന്ന് ഇന്ത്യ മാത്രമല്ല, വേറെ ഒത്തിരി രാജ്യങ്ങളിൽ എത്ര പ്രതികൂലം വർദ്ധിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി നിന്ന സഹിക്കാനുള്ള ഒരു അവസരമില്ലയോ? കർത്താവിൻ്റെ നാമം കാരണം എത്ര പേര് ഇന്ന് നിന്ന സഹിക്കുന്നു, എത്ര പ്രതികൂലത്തിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുന്നു. എനിക്ക് ആ മനസ്സുണ്ടോ? കർത്താവിന് വേണ്ടി നിന്ന സഹിക്കാൻ. ആ കർത്താവ് എന്നെ ഇത്രയും സ്നേഹിച്ചിരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്താനുള്ള അവസരങ്ങളില്ലയോ? നിന്ന സഹിക്കണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? കർത്താവിന് വേണ്ടി നിന്ദിക്കപ്പെടുവാൻ എനിക്ക് ആ മനസ്സുണ്ടോ? വായിച്ച അതിൻ്റെ 7-ാമത്തെ വാക്യം, 50-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, വേഴ്സ് 7. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഒന്ന് നിന്ന് ഈ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. മനുഷ്യനായ ക്രിസ്തുയുടെ ആ ഉറപ്പ്, ആ സ്ഥിരത, ആ പ്രാഗൽഭ്യം, ആ വിശ്വാസം ഒന്ന് നോക്കിക്കേ. ഇതെല്ലാം സഹിക്കുമ്പോൾ ധൈര്യത്തോട് നിൽക്കുന്നത് എങ്ങനെ? കരയുന്നില്ലല്ലോ. എന്നെ വിടുവീൻ, ഞാൻ ഇനി ആരെ ശല്യപ്പെടുത്തത്തില്ല. അയ്യോ, എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഈ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. പരിഹസിക്കുമ്പോൾ, ചാട്ടവാറെടുത്ത് അടിക്കുമ്പോൾ, തുപ്പൽ മുഖത്തുള്ളപ്പം മിണ്ടുന്നില്ലല്ലോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഐ സെറ്റ് മൈ ഫേസ് ലൈക്ക് എ ഫ്ലിന്റ്. മലയാളത്തിൽ ആ വാക്ക് എങ്ങനെ? തീക്കല്ല് പോലെ എൻ്റെ മുഖം. മീൻസ് അവരുടെ മുമ്പേ നിൽക്കുമ്പോൾ ഇതൊന്നും ഏക്കുന്നില്ലല്ലോ. തീക്കല്ല് പോലും മുഖം. തീക്കൽ പറഞ്ഞ ആ കല്ലിൻ്റെ ഉള്ള ആ ഉറപ്പ്. മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുക്കുമ്പോൾ, പാപമായി നിൽക്കുമ്പോൾ തീക്കല്ല് പോലുള്ള ആ മുഖം, ആ തീരുമാനം, ആ സമർപ്പണം. ഇവിടെ ആദ്യമേ എഴുതിയിട്ടുണ്ട്, ഫോർ ലോർഡ് ഗോഡ് വിൽ ഹെൽപ്പ് മീ. മലയാളത്തിൽ യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. എനിക്ക് ഉറപ്പുണ്ട്, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കുന്നേ. അതെങ്ങനെ? മനസ്സാക്ഷി കുത്തുന്നില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല, പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടിയുള്ള സമർപ്പണമുള്ള ജീവിതമാ.
അതുകൊണ്ട് ആ ഉറപ്പുണ്ട്, ദൈവം എന്നെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പേ ജീവിച്ചു കാണിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് ക്രിസ്തുവിന് വേണ്ടിയാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാണോ? ഇന്ന് ഒത്തിരി പേർ വിശ്വാസത്തിന് വേണ്ടി ഒത്തിരി ത്യാഗം സഹിക്കുന്നു. ഞാൻ അവരുടെ വിഷയമല്ല സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്താ അമ്പർന്നു പോകുന്നത്? ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്, വ്യാകുലപ്പെടുന്നത്, നിരാശപ്പെടുന്നത്? ജീവിതത്തിൽ കുറവുകൾ ഉള്ളോണ്ടില്ലയോ? ഇവിടെ അടുത്തത് 8-ാമത്തെ വാക്യം. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്. എൻ്റെ സമീപത്തിലുണ്ട്. വായിച്ചേ. എന്നോട് വാദിക്കുന്നവൻ ആർ? എന്നോട് വാദിക്കുന്നവൻ ആര്? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം, ഞാൻ ഈ കഷ്ടതയെല്ലാം സഹിക്കുന്നുണ്ടെങ്കിലും, ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ അമ്പർന്നു പോകുന്നില്ല. കാരണം എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപത്തിലുണ്ട്. എൻ്റെ മനസ്സാക്ഷി എന്നെ കുത്തുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം നിഷ്കളങ്കമായി ദൈവത്തിൻ്റെ മുമ്പേ ഞാൻ ജീവിച്ചതാ. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ഞാൻ ജീവിച്ചതാ. അതുകൊണ്ടില്ലയോ തീക്കൽ പോലുള്ള അമ്മുഖം. ഇതൊന്നും ബാധിക്കുന്നില്ല. പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണ സമർപ്പണം. നമ്മളെ എത്ര സ്നേഹിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ എന്താ അമ്പർന്നു പോകുന്നത്, വ്യാകുലപ്പെടുന്നത്? ലോകത്തോട് പറയുന്നത്, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എന്നോട് എന്താ ഇങ്ങനെ ചെയ്തത്? ക്രിസ്തുയുടെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ. എത്ര രക്തസാക്ഷികളെ നമ്മൾ കാണുന്നുണ്ട്. അവർ പുറപുറത്തോണ്ടാണോ പോയത്? അവരെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അവർ പുറപുറുക്കുമായിരുന്നോ? അവരുടെ മുഖം വാടിയിരിക്കുമായിരുന്നോ? അവരെ തീ കൊണ്ട് കത്തിച്ചപ്പം, മൃഗങ്ങളുടെ മുമ്പേ അവരെ എറിഞ്ഞപ്പം അയ്യോ എന്ന് പറഞ്ഞ് കരയായിരുന്നോ? അതോ പുഞ്ചിരി ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്? മരണമേ, നിന്റെ ജയം എവിടെയെന്ന് വെല്ലുവിളിച്ചോണ്ടില്ലയോ ഭക്തന്മാർ അവരുടെ ഓട്ടം തികച്ചത്? നമ്മുടെ ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ കൂട്ടം നിപ്പുണ്ടോ? അവരുടെ മധ്യത്തിലാണോ ഞാൻ പുറപുറത്തോണ്ട്, നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ക്രൂശിലെ വേദന സഹിക്കുമ്പോഴും അകത്ത് ആ ഉറപ്പുണ്ട്. വായിച്ചേ യോഹന്നാൻ 10:17-18. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 17 and 18. യോഹന്നാൻ 10-ാമത്തെ അധ്യായം 17-18 വാക്യം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഒന്നിന്നേ ഇങ്ങനത്തെ വാക്കുകൾ ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മൾ നോക്കിയാൽ, ഒടുവിലത്തെ സമയം വന്നപ്പം
ഗലീലയിന്ന് യെരുശലേമിലേക്ക് വന്നോ? ആ ഒടുവിലത്തെ പസായിൽ പങ്കെടുത്തിട്ട് പാട്ട് പാടിക്കൊണ്ടില്ലയോ ഗെത്സമനായിലേക്ക് പോയത്? അതിന്റെ മുമ്പേ യൂദാവിനെ പറഞ്ഞു അയച്ചല്ലോ. തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നമുക്ക് പോകാം. എങ്ങോട്ട്? പിടിക്കുന്നവർ വന്നു, നമുക്കങ്ങോട്ട് പോകാം. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലല്ലോ ആരെങ്കിലും വന്ന് കൈപിടിച്ചത്. തന്നെ തീക്കല്ല് പോലെ മുഖമാക്കിയോ സാഹചര്യം നേരിടുവാൻ പോവുക. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നാസറത്തിലെ യേശു, ഇത് ഞാൻ. അവിടുന്ന് ഓടുവല്ലോ. ഭൂമിയിൽ വേറെ ഇഷ്ടംപോൽ ഗുരുക്കന്മാര്, ദേവീദേവന്മാര്, പുണ്യവാളന്മാര് ആരൊക്കെ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിഞ്ഞോ? എന്താ എൻ്റെ ജീവനെ കൊടുക്കുവാനും എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഇന്ന് എത്ര പേർ സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്? നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിയേ. എന്നെ നീതീകരിക്കുന്നവൻ. നമ്മുടെ കർത്താവിനെ എങ്ങനെയാ നീതീകരിച്ചത്? വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:23-24. ആക്ട്സ് ചാപ്റ്റർ 2:23-24. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 23-24 വാക്യം. 2-ാമത്തെ അധ്യായത്തിന്റെ 23-24 വാക്യം നമുക്ക് വായിക്കാം. നസറനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ചാപ്റ്റർ 3:15. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. 13-ാമത്തെ അധ്യായത്തിന്റെ 29-30. 13-ാമത്തെ അധ്യായം 29-30. ചാപ്റ്റർ 13:29-30. അപ്പോസ്തല പ്രവൃത്തി. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൂടാതെ റോമർ 1:4. റോമൻസ് ചാപ്റ്റർ 1:4. റോമർ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതിന്റെ താഴെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഇത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ ഡിക്ലെയർഡ് ടു ബി ദ സൺ ഓഫ് ഗോഡ് വിത്ത് പവർ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ബൈ ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. മലയാളത്തിൽ 5-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. മരിച്ചവർ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പ്. അതിൻ്റെ കൂടെ തന്നെ 1 തിമോത്തി 3:16. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലെല്ലാം പോകുന്നില്ല. 1 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ചാപ്റ്റർ 3:16.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ആഹാ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ആഹാ തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. അത്രയും മതി. ഇത്രയും വാക്യങ്ങൾ ഞാൻ എടുത്തത്, അവൻ നീതീകരിക്കപ്പെട്ടു. എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപം. ലോകത്തിൽ എത്ര ആൾക്കാർ വന്നു? ഒറ്റ ഒരുത്തനെങ്കിലും ഉയർത്തെഴുന്നേറ്റോ? പുണ്യവാളന്മാർ എന്തിയേ? പോപ്പുമാർ എന്തിയേ? തിരുമേനിമാർ എന്തിയേ? എന്താ അവർക്ക് മടങ്ങി വരാൻ കഴിയാത്തത്? ഉയർത്തെഴുന്നേൽപ്പ് ഒരാളെ അനുഭവിച്ചല്ലോ. അതിൻ്റെ അർത്ഥം അവനെ നീതീകരിച്ചതാ. അവനിൽ പാപമില്ല. ബാക്കി വന്നവർ ആരെയും സ്വർഗം നീതീകരിച്ചിട്ടില്ല. നമ്മളൊന്ന് ധ്യാനിച്ചേ. എത്ര പേർ വന്നു, ജനം അവരെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരെയും ദൈവം നീതീകരിച്ചിട്ടില്ല. അവരെല്ലാം മരണത്തിന്റെ അധീനതയിൽ കിടക്കുന്നു. ഒരുവൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്തുവാ വെളിപ്പെടുത്തുന്നത്? അവനിൽ പാപമില്ലായിരുന്നു. മാനവജാതിക്ക് വേണ്ടി യാഗമായി തന്നെ താൻ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് സ്വർഗം അവനെ നീതീകരിക്കുക. എങ്ങനെ? അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനിയും യെശയ്യാവ് 50-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 50 വേഴ്സ് 9. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും. വസ്ത്രം പോലെ പഴകിപ്പോകും. പുഴു അവരെ തിന്നു കളയും. പുഴു അവരെ തിന്നു കളയും. ഇനിയിപ്പം 10-ാമത്തെ വാക്യം ശ്രദ്ധയോട് നമുക്ക് വായിക്കാം. വേഴ്സ് 10. പുഴു അവരെ തിന്നു കളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ ആര്? ഒരു ചോദ്യമാ. അടുത്തത്, തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും, തനിക്ക് പ്രകാശം നൽകാതെ ഇല്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. അത്രേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒടുവിലത്തെ നിമിഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ദൈവം എവിടെ? ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമില്ലയോ ജീവിച്ചത്? ശിഷ്യന്മാരെല്ലാവരും വിട്ടിട്ട് പോയി. ഈ വേദനയുടെ മധ്യത്തിൽ, ക്രൂശി തൂങ്ങിക്കിടക്കുമ്പോൾ ആ വേദനയുടെ മധ്യത്തിൽ അലറി പറയുന്നത്, ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ആ നിമിഷങ്ങൾ ഏകനായി ക്രൂശിൽ തൂങ്ങുക. നീ എന്നെ കൈവിട്ടതെന്ത്? ഇരുട്ടിന്റെ സമയമാ, വെളിച്ചമില്ല, ആശ്രയിക്കുവാൻ ആരുമില്ല, എല്ലാവരുമായി കൈവിട്ടവൻ. പറയുന്നത്, ഇരുട്ടിൽ അന്ധകാരത്തിൽ നടക്കുന്നവർ എന്തോ ചെയ്യണം? വെളിച്ചമില്ലെങ്കിലും അവന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുക, തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഇരുട്ടാ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസരങ്ങൾ വരും. ചില അവസരങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോവും ദൈവം കൈവിട്ടതാണ്. ദൈവം ഒരിക്കലും കൈവിടത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും, ദൈവം എന്നോട് എന്തിനാ
ഇങ്ങനെ കടുങ്കൈ ചെയ്തത്? എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? സ്വർഗം എന്താ പിച്ചളം പോലായിരിക്കുന്നത്? എന്നെ എന്താ ആശ്വസിപ്പിക്കാത്തത്? ഞാൻ വല്ലം പാപം ചെയ്താന്നു? ദൈവം എന്നോട് എന്നെ കൈവിട്ടത് എന്ത്? അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ആശ്രയിക്കുക. അവനെ അതിൻ്റെ ഒന്നുകൂടെ ലെറ്റ് ഹിം ട്രസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. തൻ്റെ ദൈവത്തിൻ്റെ മേളിൽ ചാരിക്കൊള്ളട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണോ? നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ വരുന്നില്ല. അവൻ വിശ്വസ്തൻ. അവൻ വിശ്വസ്തൻ. ഒരു നാളും കൈവിടുകയില്ല. അവൻ്റെ വചനം സത്യമാ. ആ ഒരു ഉറപ്പകത്തുണ്ടെങ്കിൽ എത്ര ഇരുട്ടാണെങ്കിലും നമുക്ക് പ്രത്യാശയോടെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കടന്നു പോകാം. ദൈവം അത് അനുവദിക്കുന്നത് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാ. നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ശത്രു നമ്മുടെ അടുത്ത് വന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ ഊതിയാലും എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ഇന്ന് വരെ നടത്തിയെങ്കിൽ നാളെയും നടത്തും. സംസാരിക്കുന്നില്ലെങ്കിലും അവൻ എന്നെ വിട്ടിട്ട് പോവുകയില്ല. ഒടുവിലത്തെ വാക്യം 11-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഹാ തീ കത്തിച്ചു തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരെ, ഹാ തീ കത്തിച്ച് തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. എന്റെ കയ്യാൽ നിങ്ങൾക്കിത് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. ഈ വാക്യത്തിന്റെ അർത്ഥം തീ കത്തിക്കുകയും തീ അമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരിൻ്റെ അർത്ഥം പറഞ്ഞാൽ, ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ സമയം വരുമ്പോൾ സ്വന്തം കഴിവില്, സ്വന്തം അനുഭവങ്ങളിൽ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിലല്ല, സ്വന്തം തീ കത്തിച്ച് സ്വന്തം വെളിച്ചം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, നിങ്ങൾ വ്യസനത്തോടെ ആയിരിക്കും അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം. ഇന്ന് എത്ര പേര് കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ, സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ജ്ഞാനത്തിൽ, മനുഷ്യരിൽ ആശ്രയിച്ചു. 50-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാ, വ്യസനത്തെ this shall ye have of mine hand, ye shall lie down in sorrow. ആരോടാ ദൈവാത്മാവ് സംസാരിക്കുന്നത് ഞാൻ അറിയുന്നില്ല. സ്വന്തം തീ കത്തിക്കുന്നവർ, സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവർ, മനുഷ്യന്റെ ബലത്തിൽ ആശ്രയിക്കുന്നവർ വ്യസനം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസം അടുക്കും. എൻ്റെ ആശ്രയമാര്? നമ്മുടെ മുമ്പേ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി പിതാവിലുള്ള ആ ആശ്രയം നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തിയല്ലോ, ഒരു മാതൃക കാണിച്ചല്ലോ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പേ നിർത്തിയിരിക്കുന്നത് പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിനെയാ. ക്രിസ്തുവിൻ്റെ ആ വേദനയുടെ സമയത്തുള്ള ആ നടപ്പ്, ആ മനസ്സ്, തീ കല്ലുപോലത്തെ മുഖം, ആ സമർപ്പണം, ദൈവഹിതം മതി. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചേക്കുക. ഈ തുപ്പലേക്കണം പിതാവിന്റെ ഹിതമാ, എനിക്ക് സമ്മതമാ. മറ്റവരുടെ നിന്ന ഞാൻ സഹിക്കണം, സമ്മതമാ.
നമ്മുടെ ജീവിതത്തിലും പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മൾ സമർപ്പിച്ചാൽ വരുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിരതയോട് നിൽക്കുവാൻ കഴിയും. ദൈവനാമത്തിൻ്റെ മഹത്വം നമ്മൾ കാണുവാൻ നമുക്ക് കഴിയും. എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപത്തിലുണ്ട്. ഇരുട്ടാണെങ്കിലും നമുക്കവൻ്റെ നാമത്തിൽ ആശ്രയിക്കാം. അവനിൽ ചാരി നമ്മുടെ ഓട്ടം തികയ്ക്കാം. സ്വന്തം കഴിവിൽ നമ്മൾ ആശ്രയിക്കല്ലേ. സ്വന്തം തീ കത്തിക്കാൻ ശ്രമിക്കല്ലേ. ദുഃഖിക്കുന്ന ദിവസങ്ങളാവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഈ 50-ാമത്തെ അധ്യായത്തിൽ എത്ര കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പേ വെളിപ്പെടുത്തി തന്നു. ഈ 50-ാമത്തെ അധ്യായത്തിനായി സ്തോത്രം കർത്താവേ. ഇനി തന്നെ ഇരുന്ന് ഇതിനെ ധ്യാനിക്കുവാൻ, നിന്റെ വചനം ഭക്ഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം ഭക്ഷിച്ച് ബലപ്പെട്ട് ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടോടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രദേശത്ത് ശുശ്രൂഷിപ്പാൻ നീ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, വചനത്തിന്റെ വിത്ത് പാകുവാൻ നീ സഹായിച്ചതിനായി സ്തോത്രം. വചനം 100 മടങ്ങ് ഫലം കായ്ക്കുവാൻ നീ സഹായിക്കണമേ. നിന്റെ ഹിതമാണെങ്കിൽ പിന്നെയും ഈ രാജ്യത്തിൽ വരുന്ന ശുശ്രൂഷിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ 20 വർഷങ്ങൾ വരുവാൻ നീ സഹായിച്ചതിനായി സ്തോത്രം. എൻ്റെ ദാസന്മാർ, ദാസിമാരെ, മക്കളെയും യവനക്കാരെ എല്ലാം നിങ്ങളുടെ കയ്യിൽ സമർപ്പിക്കുന്നു. നീ തുടങ്ങിയ ശുശ്രൂഷ വരുന്ന ദിവസങ്ങളിൽ ഫലം കായ്ക്കുവാൻ ഒത്തിരി അഭിഷിക്തന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. നീ രാജ്യത്തെ ഒരിക്കലും മറന്നു കളയത്തില്ല. നിന്നിലുള്ള വിശ്വാസത്തിലായി രാജ്യം ആരംഭിച്ചത് കർത്താവേ. ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. നീ ഞങ്ങൾ കാനഡയുടെ പ്രദേശത്തിൽ പോകുന്നു. അവിടുത്തെ ശുശ്രൂഷകളിലും കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പോകുന്നിടത്തെല്ലാം കർത്താവേ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും വെസ്റ്റ് ഏഷ്യയിലായിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവെ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നിന്റെ ആശ്വാസം അനുഭവിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുവാൻ നീ അവരെ സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നാളെ ഇവിടുന്ന് ടൊറോണ്ടോ, അത് കഴിഞ്ഞിട്ട് കിച്ചനർ, ബ്രാംപ്ടൺ, പിന്നെ മാർക്കം, പിന്നെ മോൺട്രിയാൽ, പിന്നെ ഒടുവിൽ വാൻകൂവറിൽ ശുശ്രൂഷകളുണ്ട്. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം സഹായിച്ചാൽ മെയ് 4-ാം തീയതി ആയിരിക്കും ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. ഇന്ത്യയിൽ 6-ാം തീയതി എത്തും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാനായി. മാറാനാഥ.